നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃത്താല നിയോജക മണ്ഡലത്തിൽ സുസ്ഥിര തൃത്താല പദ്ധതി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പദ്ധതിയിൽ ഉൾപ്പെട്ട പച്ചത്തുരുത്തിന്റെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം കണ്ണന്നൂരിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുന്ന 10 കർമ്മ പരിപാടിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പച്ചത്തുരുത്ത് പദ്ധതി. തൃശൂർ പോലീസ് അക്കാദമിയിൽ SIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് 36-കാരൻ തൃശൂർ മാടായിക്കോണം സ്വദേശി ജിമ്മി ജോർജ്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക നിഗമനം. തൃശൂർ പുന്നീർകുളം ഉപ്പുങ്ങലിൽ +2 വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുങ്ങൽ സ്വദേശി ബാഹുലയന്റെ മകൾ 17 വയസ്സുള്ള കാർത്തികയാണ് മരിച്ചത്. പാലക്കാട് കണ്ടെയ്നറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. മുടപ്പല്ലൂർ സ്വദേശി ചന്ദ്രന്റെ ഭാര്യ ഗിരിജയാണ് മരിച്ചത്. ശനിയാഴ്ച കാലത്ത് പാലക്കാട് മേഴ്സി കോളേജിന് സമീപമായിരുന്നു അപകടം. കെ മുരളീധരന്റെ പരാജയം. തൃശൂർ DCC ഓഫീസിൽ കെ മുരളീധരൻ വിഭാഗവും ജോസ് വള്ളൂർ വിഭാഗവും തമ്മിലുണ്ടായ കൂട്ടത്തല്ലിൽ കേസെടുത്ത് പോലീസ്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരടക്കം 20 പേർക്കെതിരെയാണ് കേസ്. DCC പ്രസിഡന്റ് ഒന്നാം പ്രതി. വിഷയത്തിൽ നേരിട്ടിടപെടാനും അന്വേഷണം നടത്താനും തീരുമാനിച്ച് KPCC നേതൃത്വം. പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിനു പിന്നാലെ തൃശൂരിൽ ഇന്നും നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ സുഹൃത്ത് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റത് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ 34-കാരൻ ജയേഷിന്. ആക്രമണം നടന്നത് വ്യക്തിവൈരാഗ്യത്താൽ. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജയേഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് നാടെങ്ങും അഭിനന്ദന പ്രവാഹം. ഷൊർണൂരിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് P മമ്മിക്കുട്ടി MLAയും പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് മുഹമ്മദ് മുഹ്സിൻ MLAയും ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സുസ്ഥിര തൃത്താല നവകേരളം പച്ചത്തുരുത്തിന്റെ തൃത്താല നിയോജകമണ്ഡലം തല ഉദ്ഘാടനം കണ്ണന്നൂരിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുന്ന 10 കർമ്മം പദ്ധതിയിലെ പ്രധാനപ്പെട്ടൊരു പ്രവർത്തനമാണ് പച്ചത്തുരുത്ത് പദ്ധതി. ഫലവൃക്ഷ തൈകളും മറ്റു തദ്ദേശീയ സസ്യങ്ങളും നട്ടുവളർത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന വേറിട്ട പ്രവർത്തനമാണ് പച്ചത്തുരുത്ത് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുന്ന 10 കർമ്മ പരിപാടിയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പച്ചത്തുരുത്തുകളുടെ വ്യാപനവും കാവുകളുടെ സംരക്ഷണവും. ജൈവ വൈവിധ്യ വികസനത്തിനും കാലാവസ്ഥാ വ്യതിയാനം ചേർക്കുന്നതിനും മണ്ണ് ജലം പരിസ്ഥിതി സംരക്ഷണങ്ങൾ ലക്ഷ്യം വെച്ച് കേരളത്തിൽ ഹരിത കേരള മിഷൻ വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടി പച്ചത്തുരുത്തുകൾ എന്ന പേരിൽ ഫലവൃക്ഷത്തൈകളും മറ്റു തദ്ദേശീയ സസ്യങ്ങളും നട്ടുവളർത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് പച്ചത്തുരുത്ത് പദ്ധതി. ഇത്തരത്തിൽ തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂരിൽ കണ്ണിശാഖാമനയിൽ കാവുകളുടെ പുനരുദ്ധാരണാർത്ഥം പുതിയ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പൈതൃക ജൈവവൈവിധ്യം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ മണ്ഡലതല ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥൻ സിബിൻ പദ്ധതി വിശദീകരണം നടത്തി. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, ഷർഫുദ്ദീൻ കളത്തിൽ, KP ശ്രീനിവാസൻ, A കൃഷ്ണകുമാർ, ഫർഹാന ഹക്കീം, KM വേണു, K ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തൃശൂർ പോലീസ് അക്കാദമിയിൽ SI ആത്മഹത്യ ചെയ്ത നിലയിൽ. പോലീസ് അക്കാദമിയിലെ ട്രെയിനറായ ജിമ്മി ജോർജിനെയാണ് അക്കാദമിയിലെ പഴയ ആശുപത്രി ബ്ലോക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയ ആശുപത്രി ബ്ലോക്കിന് സമീപത്തെ ക്വാർട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമാണ് തൃശൂർ മാടായിക്കോണം സ്വദേശിയായ ജിമ്മി ജോർജ്. വിയൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ അന്വേഷണം നടത്താനൊരുങ്ങി KPCC. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. അതേസമയം സംഘർഷത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി
20 പേർക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർക്കാകെ നാണക്കേടുണ്ടാക്കിയ കൂട്ടത്തല്ലിൽ കർശന നടപടി വേണമെന്നാണ് ഗ്രൂപ്പ് ഭേദമന്യേ ആവശ്യമുയരുന്നത്. കെ മുരളീധരന്റെ പരാജയത്തിൽ സംശയനിഴലിലായ DCCക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പരാജയത്തിന്റെ ഉത്തരവാദിത്വം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഏറ്റെടുത്തെങ്കിലും തൃശൂരിലെ പോസ്റ്റർ യുദ്ധം കൂട്ടത്തല്ല് വരെ എത്തി. കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെയാണ് വിഷയത്തിൽ നേരിട്ടിടപെടാനും അന്വേഷണം നടത്താനും KPCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നും പാർട്ടിക്ക് ഇനിയും നാണക്കേടുണ്ടാക്കരുതെന്നുമാണ് ഇരു വിഭാഗത്തിനും നേതാക്കൾ നൽകിയ താക്കീത്. കെ മുരളീധരനും ഇതേ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചും DCC ഓഫീസിലെ കയ്യാങ്കളിയെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ തൃശൂരിലെത്തുമെന്നാണ് സൂചന. അതേസമയം ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ സജീവൻ കുര്യച്ചിറ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലെത്തി സജീവൻ കുര്യച്ചിറയുടെ മൊഴിയെടുത്ത പോലീസ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി 20 പേർക്കെതിരെ കേസെടുത്തു. അന്യായമായി സംഘം ചേരുക, മർദ്ദിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട്ട് സ്കൂട്ടറും കണ്ടെയ്നറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. മടപ്പല്ലൂർ സ്വദേശി ചന്ദ്രന്റെ ഭാര്യ ഗിരിജയാണ് മരിച്ചത്. ശനിയാഴ്ച കാലത്ത് മേഴ്സി കോളേജിന് സമീപം കോട്ടായി റോഡ് പരിസരത്ത് വെച്ചായിരുന്നു അപകടം. കണ്ണോട്ടുകാവ് ക്ഷേത്ര ദർശനത്തിനായി ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്നു ഗിരിജ സഞ്ചരിച്ച വാഹനത്തിൽ കണ്ടെയ്നർ തട്ടിയതിനെ തുടർന്ന് റോഡിലേക്കു തെറിച്ചു വീണ ഗിരിജയുടെ ശരീരത്തിൽ കണ്ടെയ്നറിന്റെ പിൻചക്രം കയറിയിറങ്ങുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് തന്നെ ഗിരിജ മരണപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പുന്നയൂർക്കുളം ഉപ്പുങ്ങലിൽ വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുപ്പറമ്പിൽ ബാഹുലയ്യന്റെ മകൾ 17-കാരി കാർത്തികയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടിക്കാട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് കാർത്തിക. ബിഷപ്പായി ആൾമാറാട്ടം നടത്തി പണം തട്ടിയ സംഘത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. വെല്ലൂർ CMC മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് കോട്ടയിൽ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ പോൾ ഗ്ലാഡ്സ്റ്റനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗ്ലാഡ്സ്റ്റനെ ചെന്നൈയിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത്. സംഘത്തിലെ 3 പ്രതികളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പടിഞ്ഞാറേക്കോട്ട സ്വദേശി ഡോക്ടർ ഡേവിസ് തോമസിന്റെ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് ഡോക്ടർ ഡേവിസിൽ നിന്നും 81 ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. മുഹമ്മദ് മൊഹസിൻ MLA അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പഞ്ചായത്ത് പരിധിയിലെ SSLC, +2, LSS, USS പരീക്ഷയിൽ ഉന്നത കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ശനിയാഴ്ച രാവിലെ കൊടുമുണ്ട ബാബൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയോത്സവം 2024 മുഹമ്മദ് മൊഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വിദ്യാഭ്യാസ മേഖലയിലും മറ്റു പല മേഖലകളിലും നല്ല നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞൊരു നാടാണ്. അതിലൂടെ നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തിയൊരു നാടാണ് മുതുതല ഗ്രാമപഞ്ചായത്ത്. ഒരു പ്രത്യേകതയുള്ളത്, സർക്കാർ തലത്തിൽ 2 ഹയർ സെക്കൻഡറി സ്കൂളുകൾ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മണ്ഡലത്തിലല്ല, ഈ പരിസരത്തൊന്നും വേറെ സർക്കാർ തലത്തിൽ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള പഞ്ചായത്തുകൾ ഇല്ല. ചടങ്ങിൽ വിജയികൾക്കുള്ള ഉപഹാരങ്ങളും MLA വിതരണം ചെയ്തു. മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി അധ്യക്ഷയായി. ബുഷ്ര സമദ്, സുബൈദ, കെ ബിന്ദു, സുരേഷ് കുമാർ, മെമ്പർ സജിത തുടങ്ങിയവർ സംസാരിച്ചു. VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായിൽ പൊതുസ്ഥലങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളിയ ആളെ പിടികൂടി 10,000 രൂപ പിഴ ചുമത്തി. പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി. പത്തിരിപ്പാല അകലൂർക്കാവ് ഹീനഹരണി ഇല്ലത്തിൽ അനീഷ് നാരായണനെയാണ് ശനിയാഴ്ച രാവിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പിടികൂടി പിഴ ചുമത്തിയത്. മാലിന്യം നിക്ഷേപിച്ചയാളെ കൊണ്ടുതന്നെ മാലിന്യം തിരികെ അടുപ്പിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രിയോടെ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പൈ അമ്പലത്തിന്റെ പരിസരത്തും പാതയോരത്തും പൊതുസ്ഥലങ്ങളിലും വ്യാപകമായി മാലിന്യം തള്ളിയിരുന്നു. മെഡിക്കൽ വേസ്റ്റുകളും ഭക്ഷണാവശിഷ്ടങ്ങളും അടങ്ങിയ
മാലിന്യത്തിൽ നിന്നും ലഭിച്ച മെഡിക്കൽ ബില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് അനീഷ് നാരായണനെ ആരോഗ്യ വിഭാഗം അധികൃതർ പിടികൂടിയത്. പിഴയടപ്പിച്ചതിനു പുറമെ ശക്തമായ താക്കീതും നൽകിയാണ് പറഞ്ഞയച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ ഇയാൽ സ്വദേശി 34 വയസ്സുള്ള ജയേഷിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8:30 സംഭവം നടന്നത്. സുഹൃത്തായ യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ ഇരുവരും തമ്മിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് വാക്കുതർക്കം നടന്നിരുന്നു. തുടർന്ന് ജയേഷിന്റെ പരാതിയിൽ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വെള്ളിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് പോവുകയായിരുന്ന ജയേഷിനെ യുവാവ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും തടയാൻ ശ്രമിക്കുന്നതിനിടെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മർദ്ദനത്തിൽ തലയ്ക്കു ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് DCC ഓഫീസിലെ പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിന് പിന്നാലെ തൃശൂരിൽ ഇന്നും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ. MP വിൻസെന്റിനും അനിൽ അക്കരയ്ക്കുമെതിരെയാണ് തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. തുടർച്ചയായി 4-ാം ദിവസമാണ് തൃശൂരിലെ തോൽവിയിൽ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിക്കുന്നത്. MP വിൻസെന്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുക, അനിലക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്നിങ്ങനെയാണ് പോസ്റ്ററിൽ. ഇന്നലെ വൈകിട്ടാണ് DCC ഓഫീസിൽ പോസ്റ്ററിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിലായി നേതാക്കളും പ്രവർത്തകരും തമ്മിൽ കൂട്ടത്തല്ലായത്. മുരളീധരൻ അനുകൂല വിഭാഗം നേതാവും DCC സെക്രട്ടറിയുമായ സജീവൻ കുര്യച്ചറയെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ 20ഓളം വരുന്ന സംഘം മർദ്ദിച്ചുവെന്നാണ് പരാതി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് P ബാലൻ അനുസ്മരണം നടന്നു. പാലക്കാട് നടന്ന അനുസ്മരണം മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അധികാരങ്ങൾ തേടിയെത്തുമ്പോഴും ജനപക്ഷത്തു നിന്ന P ബാലൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയും ആവേശവുമാണെന്നും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന P ബാലൻ പ്രതിസന്ധികളെ തന്മയത്വത്തോടെ മറികടന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ CV ബാലചന്ദ്രൻ പറഞ്ഞു. മാണിയോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിൽ ഞങ്ങളൊക്കെ നിരവധി ശുപാർശ ചെയ്തപ്പോൾ കലക്ടറോടായാലും അതുപോലെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് വിനീതമായി സംസാരിക്കും. അത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് സംസാരിക്കുക. നമ്മൾ ചെന്ന് പറഞ്ഞാൽ തന്നെ ആ വിഷയം അപ്പം അങ്ങ് വിളിക്കുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടവരെ വിളിക്കുക. അപ്പൊ വിളിക്കുമ്പോൾ അത് മനസ്സിലായ സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമുക്കൊരു പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ശൈലി നമുക്ക് ബോധ്യപ്പെടുന്നു. പരിപാടിയിൽ PV രാജേഷ് അധ്യക്ഷനായി. KPCC ഭാരവാഹികളായ C ചന്ദ്രൻ, CP മുഹമ്മദ്, ഹരിഗോവിന്ദൻ, ശാന്ത ജയറാം, P ബാലഗോപാൽ, VC കബീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. P മമ്മിക്കുട്ടി MLAയുടെ MLA എക്സലൻസ് അവാർഡ് വിതരണം നടന്നു. കുളപ്പള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഷൊർണൂർ നിയോജകമണ്ഡലത്തിലെ SSLC+2 പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ 540ഓളം കുട്ടികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നിയോജകമണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികളെയും മണ്ഡലത്തിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നുമായി സമ്പൂർണ്ണ A+ നേടിയവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് P മമ്മിക്കുട്ടി MLAയും മറ്റ് വിശിഷ്ട വ്യക്തികളും ചേർന്ന് അവാർഡ് സമ്മാനിച്ചു. MA ഫാസിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അബ്ദുൽ ഖാദർ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ്, ഷൊർണൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, വാർഡ് കൗൺസിലർമാരായ MK ശരത്, KS ശോഭന, TK ബഷീർ, P പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന് CPM കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായി സെന്ററിൽ സ്വീകരണം നൽകി. കോട്ടായി CITU ഓഫീസ് പരിസരത്ത് ചേർന്ന സ്വീകരണ യോഗം PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. CPM കോട്ടായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ അധ്യക്ഷനായി. കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് സ്വാഗതം ആശംസിച്ചു. പാർട്ടിയുടെ വിവിധ വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ ഹാരമണിയിച്ചു. പ്രധാനമന്ത്രിയുടെ മത്സ്യസമൃദ്ധി യോജന പദ്ധതിയുടെ ഭാഗമായി ഇനി മത്സ്യകൃഷിക്കൊപ്പം പച്ചക്കറി കൃഷിയും. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതിക്ക് മങ്കരയിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കുളങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഈ മത്സ്യകൃഷി നടത്തുമ്പോൾ രാത്രി കാലങ്ങളിൽ അത് മോഷ്ടിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വളർത്തി വലുതാക്കി കഴിയുമ്പോൾ അത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുതിയ സാങ്കേതിക സംവിധാനത്തിൽ വീട്ടിനോട് ചേർന്ന് വരുന്ന കുറച്ച് പ്രദേശമാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ. ആ പ്രദേശത്ത് ഉണ്ടാക്കുന്ന ടാങ്കിൽ മത്സ്യങ്ങളെ വളർത്തുകയും ഒപ്പം തന്നെ അതിൻ്റെ വിസർജ്യം ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി കൃഷി കൂടി ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനത്തിന് ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ മങ്കര സ്വദേശി മൂർത്തിയുടെ വീട്ടിൽ വെച്ചാണ് കൃഷിരീതിക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷനായി. പ്രമോട്ടർ അരുണ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഫിഷറീസ് വകുപ്പ് കോർഡിനേറ്റർ അജീഷ് പദ്ധതി വിശദീകരണം നടത്തി. മൂർത്തി ചടങ്ങിന് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി പണമില്ലാതെ പ്രതിസന്ധിയിലായ മണ്ണൂർ കോഴിച്ചുണ്ട അത്തിക്കൽ സ്വദേശിനി ബേബി ഷക്കീലയുടെ ചികിത്സയ്ക്കായി കൈകോർത്ത് ജന്മനാട്. ചികിത്സയ്ക്കാവശ്യമായ ധനസമാഹരണത്തിന്റെ ഭാഗമായി മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു. യോഗം സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നന്മ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പഠനത്തെക്കാട്ടും ഭേദം ഏറ്റവും നല്ലത് നമ്മൾ നന്മ പ്രവർത്തിച്ച് നടന്നു പോകുക. അപ്പോൾ നമ്മുടെ ഓരോരോ ഫുഡ് സ്റ്റെപ്സ് നന്മകൾ മാത്രമായിരിക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ആ നാടിന് അത് വലിയ സൗഖ്യം തന്നെയാണ്. ഞാൻ വളരെ കൂടുതലായിട്ട് പറയുന്നില്ല, പറ്റുന്ന പോലെ നമ്മളെല്ലാവരും സഹായിച്ച് അവരുടെ ആ ഓപ്പറേഷൻ ഒരു ചെലവുള്ളതാണ്, അത് നടത്തി കൊടുക്കണം. അത് തീർച്ചയാണ് അവർക്ക് വേണ്ടത് നമ്മുടെ സഹായമാണ്. അത് ഈ രോഗം ആർക്കും വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാം. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത വിളിച്ചു ചേർത്ത യോഗത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സാംസ്കാരിക രംഗത്തിൽപ്പെട്ടവരുമടക്കം 300-ലേറെ പേരാണ് പങ്കെടുത്തത്. 40 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കായി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരും ഒത്തൊരുമിച്ച് കൈകോർക്കാമെന്ന ഉറച്ച തീരുമാനത്തിലാണ് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് യോഗം പിരിഞ്ഞത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷയായി. സുഭാഷ് മങ്കര, കിഷോർ സ്വാമി മങ്കര, യൂസഫ് പത്രിപ്പാല എന്നിവർ വിശദീകരിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുത്തലി, പഞ്ചായത്ത് അംഗങ്ങളായ VM അൻവർ സാദിഖ്, ഹുസൈൻ ഷെഫീഖ്, സുജിത് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ TR ശശി, N. തങ്കപ്പൻ, FJN നജീബ്, M. ശിവപ്രകാശൻ, KM അബ്ദുൽ ഹക്കീം, ഗിരീഷ് പാലേരി, ബേബി ഷക്കീലയുടെ മാതാവ് സൈനബ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ മകളുടെ ജീവൻ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്നും വളരെ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണെന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അക്കൗണ്ട് തുടങ്ങി ചികിത്സാ സഹായനിധി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങും. 1 മാസത്തിനുള്ളിൽ ശസ്ത്രക്രിയ നടത്താനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. 1 മാസത്തിനകം തന്നെ തുക സ്വരൂപിക്കാനാണ് യോഗത്തിൽ തീരുമാനം. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ഉറച്ച പിന്തുണ നൽകിയിട്ടുണ്ട്. 10,000 രൂപയുടെ ആദ്യ സഹായത്തുക മണ്ണൂർ അകവണ്ട നെച്ചിക്കാട് വീട്ടിൽ മണികണ്ഠൻ, രമേശ് എന്നിവർ ചേർന്ന് രക്ഷാധികാരി മണ്ണൂർ രാജകുമാരനുണ്ണിക്ക് കൈമാറി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, മഹൽ കമ്മിറ്റി, പെൻഷൻ യൂണിറ്റ്, വ്യാപാരി വ്യവസായി, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മുറിച്ചിട്ട മരങ്ങളുടെ ശിഖരങ്ങൾ മാറ്റിയില്ല. കൊതുക് വളർത്തൽ കേന്ദ്രമായി മലമ്പുഴ ടാക്സി സ്റ്റാൻഡ്. 1 മാസം മുൻപ് ശക്തമായ കാറ്റിലും മഴയിലും കാർ പാർക്കിൽ കടപൊട്ടി വീണ ചില്ലകളാണ് അധികൃതർ ഇനിയും മാറ്റാത്തത്. ലേലം നടത്തി മരങ്ങൾ ഇവിടെ നിന്നും മാറ്റാനുള്ള നടപടി സ്വീകരിക്കേണ്ട വനം വകുപ്പ് മൗനം തുടരുകയാണ്. പൊട്ടിവീണ മരം ലേലത്തിനായി വെട്ടിമാറ്റിയെങ്കിലും ലേല നടപടികളായില്ല. ഇല പൊടിഞ്ഞ് ചീഞ്ഞതോടെയാണ് കൊതുകു വളർത്തൽ കേന്ദ്രമായത്. ദുർഗന്ധവും അസഹ്യമാണ്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ മരച്ചില്ലകളും മറ്റും കൂട്ടിയിട്ടാൽ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറാനും സാധ്യതയുണ്ട്.
ലേലം നടത്തി മരങ്ങൾ മാറ്റിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് വനം വകുപ്പാണ്. മലിനമായി കിടക്കുന്ന ഈ മലമ്പുഴ പ്രദേശം വൃത്തിയാക്കാൻ മലമ്പുഴ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നുണ്ട്. അത് അനാസ്ഥ മാറ്റിക്കൊണ്ട് ഈ ഹൃദയഭൂമിയെ മനോഹരമാക്കാൻ ഈ വേസ്റ്റ് കിടക്കുന്ന ഈ സാധനങ്ങൾ എടുത്തു നീക്കേണ്ടത് മലമ്പുഴ ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. ശല്യമാവും ചപ്പും ചവറും എല്ലാം നിറഞ്ഞു കിടക്കൽ. ഇവിടെ ആയിരക്കണക്കിന് ടൂറിസ്റ്റ് ജനങ്ങൾ വരുന്ന മേഖലയാണ്. അത് അനാസ്ഥമായി അവിടെ ഇട്ട് പോയ കാലാകാലം അവിടെ കിടക്കും. അത് എടുത്ത് നീക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കടമയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണം എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ്സ് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. സാധാരണക്കാരൻ, ഏറ്റവും മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അതുപോലെയുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യർ. ആദരം 2024 എന്ന പേരിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും മൊമൻറ്റോയും പ്ലാവിൻ തൈകളും വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് A സോമൻ, സെക്രട്ടറി ഇൻചാർജ് VP സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേരള സർക്കാർ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ സംസ്ഥാന ഫാക്കൽറ്റി അംഗം T ഹാഷിം കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് P ബാലൻ അനുസ്മരണം നടത്തി. കുളപ്പള്ളിയിൽ നടന്ന അനുസ്മരണ യോഗം DCC സെക്രട്ടറി K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നും ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജനമനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പാലക്കാട് ജില്ലയിലെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും പാർട്ടിക്ക് വലിയ വേരുകളുണ്ടാക്കിക്കൊണ്ട് പാർട്ടിയെ സുസജ്ജമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത ശ്രീ ബാലേട്ടൻ, അതുമാത്രമല്ല ഈ കേരള സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവും അതോടൊപ്പം തന്നെ ഈ കേരള സംസ്ഥാനത്തെ ജനാധിപത്യ സംരക്ഷണം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ ബാലേട്ടൻ. കുളപ്പള്ളിയിലുള്ള ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, ജില്ലാ സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, OM ഗോപികൃഷ്ണൻ, PM മുരളീധരൻ, C സരോജിനി, P വാസുദേവൻ, C ജയപ്രകാശ്, M രവീന്ദ്രൻ, വിനോദ് പുത്തൻവീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദൈവപ്രശ്നം നടത്തുന്നു. ജൂൺ 9, 10 തീയതികളിലാണ് ക്ഷേത്രത്തിൽ ദൈവപ്രശ്നം നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ തിരുമേനിയുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി അഷ്ടമംഗല ദൈവപ്രശ്നം നടത്തുന്നത്. ജ്യോതിഷ പണ്ഡിതരായ പാടൂർ പ്രമോദ് പണിക്കർ, വരവൂർ സേതുമാധവ പണിക്കർ, കരിമ്പ ഹരി തുടങ്ങിയവർ ദൈവപ്രശ്നത്തിന് നേതൃത്വം നൽകും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ദേവപ്രശ്നത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ചേർന്ന യോഗത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നത്തെക്കുറിച്ച് പാമ്പാടി ദേശം താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറി രാമചന്ദ്രൻ, പ്രസിഡന്റ് CV ദിനേശൻ, കമ്മിറ്റി കോർഡിനേറ്റർ കൃഷ്ണകുമാർ കോലിയേരി തുടങ്ങിയവർ വിശദീകരിച്ചു. അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുന്ന ദേവാചാര്യന്മാർ: ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ ശ്രീ പാടൂർ പ്രമോദ് പണിക്കർ, ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ വരവൂർ സേതുമാധവ പണിക്കർ, ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ കരിമ്പ ഹരിപ്പണിക്കർ. ഈ ദേശത്തെ പ്രതിനിധീകരിച്ച് ജ്യോതിഷ പണ്ഡിതൻ സർവശ്രീ ശശികുമാര പണിക്കർ ആണ് ഈ ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുന്ന ദേവാചാര്യന്മാർ. എല്ലാവരുടെ സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നു. ജൂൺ 9 തീയതി കാലത്ത് 9:30 മണിക്കാണ് നമ്മുടെ ദേവപ്രശ്നം ആരംഭിക്കുന്നത്. അന്ന് വൈകുന്നേരം വരെ ദേവപ്രശ്നം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം തിങ്കളാഴ്ച 10 തീയതി തിങ്കളാഴ്ചയും അത് തുടരുന്നതാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിലും നമ്മുടെ ദേശത്തെ എല്ലാ ദേശവാസികളുടെയും പൂർണ്ണ സഹകരണവും സാന്നിധ്യവും സഹായമായി ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം ഉപയോഗശൂന്യമായ സെപ്റ്റി ടാങ്കിൽ വീണ പശുവിനെ രക്ഷപ്പെടുത്തി. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ സെപ്റ്റി ടാങ്കിന്റെ സ്ലാബ് തകർന്ന് കുഴിയിലേക്ക് വീണ പശുവിനെ
വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെടുത്തിയത്. മാലിന്യജലം നിറഞ്ഞ കുഴിയിൽ നിന്ന് പശുവിന്റെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് സംഭവം ആദ്യം കണ്ടത്. ഉടൻ തന്നെ വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേന വിഭാഗത്തെ വിവരമറിയിക്കുകയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സംഭവസ്ഥലത്തെത്തി നീണ്ട നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പരിക്കുകളൊന്നും ഏൽക്കാതെ പശുവിനെ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. UDFന്റെ നേതൃത്വത്തിൽ VK ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഷൊർണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായത്. UDF നേതാക്കളായ VK ശ്രീകൃഷ്ണൻ, TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, TK ബഷീർ, അപ്പു, വിജയപ്രകാശ് ശങ്കർ, പാലോളി ഹുസൈൻ, യൂസഫ് ഹാജി, P താഹിർ, A ഉണ്ണികൃഷ്ണൻ, K വേണുഗോപാൽ, അനിൽകുമാർ, ആനന്ദ്, പ്രവീൺ, ശാന്ത, ശ്രീകല രാജൻ, V സരോജിനി, T സീന, VP രാധാകൃഷ്ണൻ, OM ഗോപികൃഷ്ണൻ, ശരഞ്ജിത്ത് തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. SNDP യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കരിയർ ശില്പശാല സംഘടിപ്പിച്ചു. SSLC+2 വിജയികൾക്കായി ഉന്നത പഠന സാധ്യതകളെക്കുറിച്ച് സംഘടിപ്പിച്ച ശില്പശാല SNDP യോഗം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KR ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. IAS ആകാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. മക്കൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞാൽ എനിക്കൊരു IAS-കാരനാകണം, ഒരു സിവിൽ സർവീസുകാരനാകണം എന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരിക്കലും എഞ്ചിനീയറാകണം, ഡോക്ടറാകണം എന്നതിനേക്കാൾ അപ്പുറം ഞാനൊരു സിവിൽ സർവീസുകാരനാകണം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പത്രം വായിക്കും. ഒരു 5 പത്രവും ദിവസം വായിക്കും, ഇംഗ്ലീഷ് പത്രം ഉൾപ്പെടെ. അത് ആ നോട്ട് തയ്യാറാക്കി വെക്കും. അതിനനുസരിച്ച് പോയുണ്ട്. SSLC+2 വിജയികൾക്കായാണ് കരിയർ ശില്പശാല സംഘടിപ്പിച്ചത്. സർക്കാർ അംഗീകൃത കോഴ്സുകൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയിൽ വിദഗ്ധർ വിഷയം അവതരിപ്പിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യൂത്ത് മൂവ്മെന്റ് അനുമോദിച്ചു. പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായി. SNDP സെക്രട്ടറി AD രഘു, ശിവപ്രകാശ്, പ്രജീഷ് പ്ലാക്കൽ, വിശ്വനാഥൻ, പത്മാവതി, പ്രഭാകരൻ, മുരുകൻ, ആദർശ് മോഹൻ, ശ്രീപ്രകാശ്, റഹീം ഒലോക്കോട്, പ്രതീഷ് കുമാർ, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃത്താല നിയോജക മണ്ഡലത്തിൽ സുസ്ഥിര തൃത്താല പദ്ധതി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പദ്ധതിയിൽ ഉൾപ്പെട്ട പച്ചത്തുരുത്തിന്റെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം കണ്ണന്നൂരിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുന്ന പത്തിന കർമ്മ പരിപാടിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പച്ചത്തുരുത്ത് പദ്ധതി. തൃശൂർ പോലീസ് അക്കാദമിയിൽ SIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് 36-കാരൻ തൃശൂർ മാടായിക്കോണം സ്വദേശി ജിമ്മി ജോർജ്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക നിഗമനം. തൃശൂർ പുന്നീർകുളം ഉപ്പുങ്ങലിൽ +2 വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുങ്ങൽ സ്വദേശി ബാഹുലയന്റെ മകൾ 17 വയസ്സുള്ള കാർത്തികയാണ് മരിച്ചത്. പാലക്കാട് കണ്ടെയ്നറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. മുടപ്പല്ലൂർ സ്വദേശി ചന്ദ്രന്റെ ഭാര്യ ഗിരിജയാണ് മരിച്ചത്. ശനിയാഴ്ച കാലത്ത് പാലക്കാട് മേഴ്സി കോളേജിന് സമീപമായിരുന്നു അപകടം. K മുരളീധരന്റെ പരാജയം. തൃശൂർ DCC ഓഫീസിൽ K മുരളീധരൻ വിഭാഗവും ജോസ് വള്ളൂർ വിഭാഗവും തമ്മിലുണ്ടായ കൂട്ടത്തല്ലിൽ കേസെടുത്ത് പോലീസ്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചെറിയുടെ പരാതിയിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരടക്കം 20 പേർക്കെതിരെയാണ് കേസ്. DCC പ്രസിഡന്റ് ഒന്നാം പ്രതി. വിഷയത്തിൽ നേരിട്ടിടപെടാനും അന്വേഷണം നടത്താനും തീരുമാനിച്ച് KPCC നേതൃത്വം. പ്രവർത്തകർ തമ്മിലുള്ള കയ്യേറ്റത്തിനു പിന്നാലെ തൃശൂരിൽ ഇന്നും നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളത്ത് ബസ് ജീവനക്കാരനെ സുഹൃത്ത് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റത് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ 34-കാരൻ ജയേഷിന്. ആക്രമണം നടന്നത് വ്യക്തിവൈരാഗ്യത്താൽ. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ ജയേഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് നാടെങ്ങും അഭിനന്ദന പ്രവാഹം. ഷൊർണൂരിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് P. മമ്മിക്കുട്ടി MLAയും പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് മുഹമ്മദ് മുഹ്സിൻ MLAയും ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.